ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത്തിപ്പഴത്തെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് അറേബ്യൻ അത്തികൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് രണ്ട് തരം വെറൈറ്റിയാണ്. ഒന്ന് ഇസ്രായേലിൻ്റെ യെല്ലോ വെച്ചിട്ട് ഏകദേശം 3 മാസമായിട്ടുള്ള കായപ്പെടുത്തി തുടങ്ങിയിട്ടില്ല. മറ്റൊന്നത് തുർക്കി ബ്രൗൺ പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇത് തുർക്കിൻ്റെ ബ്രൗൺ അല്ല, ഇത് കളർ ചുവന്ന കളറാണ്. നഴ്സറിക്കാർ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല മധുരമുണ്ട്, വർഷത്തിൽ നല്ലോണം കായപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 2 വർഷം കഴിഞ്ഞ പ്ലാന്റ് ഞങ്ങൾ ഈ കാണുന്നുണ്ട്. 1 വർഷത്തിലേറെയായി നല്ലൊരു കായപ്പെടുത്തുന്നുണ്ട്. പൂത്ത് പാകമായി വരുമ്പോൾ ചുവന്ന കളറിലേക്ക് എത്തും. ഫ്രണ്ട് പൊട്ടിക്കീറാൻ തുടങ്ങും. ഉൾഭാഗത്ത് പോലെ നല്ല ചുവന്ന കളറിലേക്ക് എത്തും. നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട്സും കൂടിയാണ് അത്തി. ഒരു വർഷത്തിൽ ഒരു തവണ സീസൺ വരുന്നത്, അല്ലാതെ പോയി ഇത് കായപ്പെടുത്തുണ്ടാവില്ല. പക്ഷെ നമുക്ക് കായ കിട്ടാറില്ല. എന്തെങ്കിലും കാരണത്താൽ അത് കൊഴിഞ്ഞ് കിടന്ന് പോകാറാണ് പതിവ്. ഇത് നമ്മളെ അനുഭവമാണ്. നിങ്ങൾക്ക് വേറെ അനുഭവം ഉണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്താം. സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സും കൂടിയാണ് അത്തി. അത്യാവശ്യം നല്ല വെയിൽ ആവശ്യമുണ്ട്. വെയിലില്ലെങ്കിൽ കായപ്പെടുത്തുണ്ടാവില്ല. പിന്നെ ഒരു ദോഷം എന്ന് വെച്ചാൽ ഇത് മഴക്കാലമാകുമ്പോൾ ഇലകൾക്ക് ചീച്ചിൽ വരാറുണ്ട്, ചീഞ്ഞ് പോകാറുണ്ട്. അപ്പം മഴ കൊള്ളാതെയും കൂടുതൽ മഴ കിട്ടാതെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ഥലപരിമിതി ഉള്ളവർക്ക് വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ട്സാണ് അത്തി. ഇതിന് വളപ്രയോഗം വർഷത്തിൽ ഒരു തവണ മതി. നനവും 2 ദിവസം കഴിയുമ്പോൾ നനച്ചാൽ മതി. ഡ്രൈ ആയിട്ട സ്ഥലത്താണ് ഇത് കൂടുതൽ ഉണ്ടാകുക. കൂടുതൽ വളം ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത ഫ്രൂട്ട്സ് കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഫ്രൂട്ട്സ് വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരും. ഗുഡ് ബൈ.